ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ബാല്യത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിൽ നമ്മൾ എല്ലാവരും പറയുന്നതും കേൾക്കുമല്ലേ? അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് എടുക്കാൻ പറ്റിയ ഒരു പ്രായമായിരിക്കില്ല അപ്പോൾ. ആര് പറഞ്ഞാലും അത് വിശ്വസിക്കും. ആര് എന്ത് ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. പ്രായത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ കൗമാരത്തിലെത്തിക്കഴിഞ്ഞാലോ ഞങ്ങൾ കുറച്ചുകൂടെ ഓർമ്മ നിൽക്കും അല്ലേ? ഞങ്ങൾക്ക് നമ്മൾ അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ ആരുമില്ലാതാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേറ്റ വലിയ ഒരു മുറിവ് തന്നെ ആയിരിക്കും. നമ്മുടെ കുട്ടികൾക്കുണ്ടാവാതിരിക്കാൻ നമ്മളൊരു മുൻകരുതലുകൾ എടുക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ഇവരൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നെഗറ്റീവും പോസിറ്റീവും കാണും. നമ്മൾ ഉൾക്കൊള്ളുന്നതും ഉൾക്കൊള്ളാത്തതും കാണും. അവരുടെ ക്ലാസ്സുകൾക്ക് വിധേയമായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തെറ്റും ശരിയും അറിയില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. പക്ഷെ നമുക്കൊരു ഡൗട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ അത് വന്ന് പറഞ്ഞു അതിനൊരു പോംവഴി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ ഒരു ഇഷ്ടം നടപ്പിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്, പക്ഷേ എൻ്റെ ബന്ധുക്കൾ അതിന് തടസ്സം നിൽക്കും. അവരത് അനുവദിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തടസ്സം നിൽക്കും. നമുക്ക് ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൗമാരക്കാലത്ത് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. ആ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിധേയമാകാതിരിക്കുക. നമ്മൾ സ്വയം തീരുമാനം എടുക്കാൻ പഠിക്കും. കൗമാരക്കാലത്ത് കുട്ടികൾ പല തെറ്റുകളും ചെയ്യും. അപ്പോൾ ഈ തെറ്റുകളുടെ ശരി എന്താണെന്ന് ചിലപ്പോൾ ആദ്യം അനുഭവം ഉണ്ടായിരിക്കില്ല. അനുഭവമാണ് നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ സ്വയം ചെയ്ത തെറ്റുകൾ നമ്മുടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ ഒരുപാട് കുറ്റപ്പെടുത്താതിരിക്കുക. ബാല്യത്തിൽ ഉണ്ടാകുന്ന ഇഷ്ടങ്ങൾ ഒരു കല പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ കുട്ടികൾ മുതിർന്നാൽ അവരെ അത് പ്രോത്സാഹിപ്പിക്കുക. അവരെ അത് നിരുത്സാഹപ്പെടുത്തരുത്. കുട്ടികളുടെ ടാലൻറ്റും അവരുടെ വാസനയും നോക്കി കുട്ടികളെ തിരിച്ചു രമ്യപ്പെടുത്താതിരിക്കുക. നെക്സ്റ്റ് ഡോർ നെയ്ബറിൻ്റെ കുട്ടി ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി അങ്ങനെയല്ല, അവർ ഇങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ ഡൗൺ ആക്കാതിരിക്കുക. അവരുടെ കഴിവുകളനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. പണ്ടൊക്കെ അമ്മമാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് നല്ലത് കൊടുക്കും, സ്ത്രീകൾക്ക് കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ അഴുക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു വേർതിരിവ് സ്വന്തം വീട്ടിൽ തന്നെ എടുക്കാതിരിക്കുക. ആണും പെണ്ണും എന്നുള്ള വ്യത്യസ്തത പുലർത്താതിരിക്കുക. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. വി ഓൾ ഹാവ് ദ റൈറ്റ്സ് ടു ലിവ് ഇൻ ദിസ് എർത്ത് ആസ് ഈക്വൽ. എല്ലാവരെയും ഒന്നായി കാണുക, എല്ലാവരെയും സ്നേഹത്തോടു കൂടി സമീപിക്കുക. കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അവർ അഡോപ്റ്റ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും. ജനിച്ച മുതൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കുന്നത്. ഒരു അമ്മയിൽ നിന്നും ഒരു അച്ഛനിൽ നിന്നും അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. ബാല്യത്തിലും കൗമാരത്തിലും നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളൊന്ന് ചികഞ്ഞു നോക്കിയാൽ അറിയാം നമ്മൾ എത്ര വികൃതരായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾ ആ സെയിം തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ജസ്റ്റ് തിങ്ക്. അപ്പോൾ മനസ്സിലാവും നമ്മുടെ കുട്ടികൾ എത്ര അഡ്വാൻസ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാവുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി വളർന്നു വലുതായാൽ അവളെ വിവാഹം കഴിപ്പിക്കുന്നത് അല്ല അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം. അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക, അവൾക്ക് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് മൂവിങ് ആവുന്ന ലോകത്ത് രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം നല്ലതായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടികൾക്കും ജോലി. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് വിടരുത്. ഇന്നത്തെ തലമുറ അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 10, 15 അല്ലെങ്കിൽ 20 വർഷത്തിന് മുന്നോട്ടുള്ള കാര്യം അവർക്കറിയാം എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ എന്ന്. ഒരു കമ്പാനിയനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് അവർക്ക് യോജിച്ചതാണോ അവരുടെ വിദ്യാഭ്യാസം,
അവരുടെ തൊഴിൽ, അവരെന്ത് ചെയ്യുന്നു, അവരുടെ അഡിക്ഷൻ വല്ലതും ഉണ്ടോ, അവർക്ക് പോലീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കാനുള്ളത്. ഇന്നത്തെ ജനറേഷൻ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പറയാറുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക എപ്പോഴാണ് യെസ് പറയേണ്ടതും നോ പറയേണ്ടതും എന്ന്. നമ്മുടെ കപ്പലിലെ ക്യാപ്റ്റൻ നമ്മൾ തന്നെയാണ്. സോ ബി ബോൾഡ്, ബ്യൂട്ടിഫുൾ, healthy, wealthy and wise. Thank you for watching.